അപ്പോൾ ആഷി ഫേസ് ചെയ്യേണ്ട ഫസ്റ്റ് ചലഞ്ച് എന്തായിരുന്നു, അല്ലെങ്കിൽ ആരോടൊക്കെ മറുപടി പറയണമായിരുന്നു? എനിക്ക് ഫ്രണ്ട്സിനോട് മറുപടി പറയണ്ടായിരുന്നത് എൻ്റെ ഡീപ്പ് ഫ്രണ്ട്സുകൾ, അതേപോലെ ഫാമിലീസ്, പിന്നെ ഇവൻ്റെ കുറേ ഫ്രണ്ട്സുകൾ, പിന്നെ കസ്റ്റമേഴ്സ്. നമ്മൾ ഷോപ്പിൽ നിൽക്കല്ലേ, പക്ഷെ ഇവല്ലാത്ത ടൈമിൽ കസ്റ്റമർ എല്ലാം വരുമ്പോൾ കസ്റ്റമർ അങ്ങനെ പറയും. ഞാൻ എൻ്റെ കയ്യിൽ ആർക്കും എന്നെ ക്ലിയർ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. എൻ്റെ സംസാരിച്ച എല്ലാവരും നീ ആശയ ആള് സെറ്റാണ്. പിന്നെ ആൾ പറയും നീ ഇങ്ങനെ ഇത്രയൊക്കെ ബെറ്ററായിട്ട്, ഞങ്ങൾ ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ച് ഇത്രയൊക്കെ ആയിട്ട് ഓക്കെ ആയിട്ട് നീ എന്താ ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ നിൽക്കുന്നത് അങ്ങനെ ചോദിക്കും. അപ്പോൾ അവരോടെല്ലാം അങ്ങനെ പറയാറുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അതെ. അപ്പം ഞാൻ അങ്ങനെ പറയും. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് നേരിട്ടുണ്ട് ഫസ്റ്റ്. ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല, ചോദിക്കാറില്ല. എന്നാ ചോദിക്കട്ടെ, ആ ഒരു ലവ് മൊമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ? അങ്ങനെ എനിക്ക് ഫസ്റ്റ് ഒരു അഫെയർ ഉണ്ടായിരുന്നു ജാസി വരുന്നതിന് മുമ്പ്. പിന്നെ ഇങ്ങനെ കമ്പനിയായി, ജാസിനെ കമ്പനിയായി എല്ലാവരും ഇങ്ങനെ കളിയാ. അപ്പം നമുക്ക് ഞാനൊരു ഫുട്ബോളെല്ലാം കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എനിക്ക് നേരത്തെ അറിയാം, അങ്ങനെ കമ്പനിയായി. പിന്നെ ഈ ഒരു അഫെയർ കിട്ടിയപ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിപ്രഷനിലായിരിക്കുമ്പോൾ ഒരുപാട് ഹെൽപ്പ് എല്ലാം ചെയ്ത്. പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. രണ്ടുപേരും ഫ്രണ്ട്സ് ആയി, പിന്നെ പാർട്ട്നേഴ്സ് ആയി അല്ലേ? ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഫോട്ടോ കാണിക്കാണ്ട് ജാസി. ഇത് എപ്പോഴത്തെയാണ്, ഇത് എന്താണ് ഇതിലൊരു? ഇത് ഞാനൊരു പെർഫ്യൂം ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ദേര എന്ന സ്ഥലത്താണ്. അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ആണ് അവിടെ വരിക പെർഫ്യൂംസ് വാങ്ങാനായിട്ട്. അപ്പോൾ അന്ന് അവര് പറഞ്ഞത് ഞങ്ങളോട് ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ എടുത്ത ഫോട്ടോസ് അത്. ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഫോട്ടോ ആണ് ഇത്. അതായത് ആഷി റാസൽ കൈമിലായിരുന്നു അന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് കാണാൻ വേണ്ടി പോകും. ഇവൻ അവിടുന്ന് എന്നോട് ഇന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും. അപ്പോൾ അവിടെ കാണാൻ വേണ്ടി പോകുമ്പോൾ അവിടുന്ന് എടുത്ത ഫോട്ടോസ്. 5-6 വർഷത്തിന് മുമ്പുള്ള ഫോട്ടോ അത്. ഇതൊക്കെ അതേപോലെയുള്ള ഇതാണ്. ഇത് ഞങ്ങള് രണ്ടുപേരും പിന്നെ ഒരുമിച്ച് ആയിട്ട് എടുത്ത ഫോട്ടോസാണ്. ഒരുമിച്ച് താമസമായ സമയത്ത് മോർണിംഗ് വാക്കിന് പോകുമ്പോൾ എടുക്കുന്ന ഫോട്ടോസ് അല്ല, ആ ഫോട്ടോസ്. അത് ആ സമയത്തൊക്കെ ഭയങ്കര തടി കുറവായിരുന്നു. വളരെ ഹാപ്പി ആയിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ. ഞാൻ നന്നായിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കും. കാരണം ഇവ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ചിലപ്പോൾ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും കാണുമ്പോൾ അത് ഉണ്ടാക്കി നോക്കാണ്ട് അത് ഉണ്ടാക്കി അത് കഴിക്കും. ആഷിക്ക് ഞാൻ എടുത്ത് വെക്കും, ഞാൻ കഴിക്കും. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കില്ലേ. എൻ്റെ ഫ്രണ്ട്സ് പറയും നിന്നെ എപ്പോൾ ഫോൺ വിളിച്ചാലോ, എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചാൽ എപ്പോൾ വിളിച്ചാലും എൻ്റെ കയ്യിൽ ചോറ് ഒന്നെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്ന പാത്രം. എനിക്ക് നല്ല വലിയ തളികയിൽ ഫുഡ് കഴിക്കുന്ന ഇഷ്ടം. നിങ്ങൾ ഇപ്പത്തെ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേ ഇപ്പം നെഗറ്റീവ് കമന്റ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ അതോ കൂടിയിട്ടുണ്ടോ? എന്താ ഇപ്പൊ കുറവാണ്. ഇപ്പൊ ഓൾറെഡി ഞാനും ആശും തമ്മിൽ വീഡിയോസ് ചെയ്യല്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരേ അക്കൗണ്ടിൽ നിന്ന് വരുന്ന കമന്റാ ഡിലീറ്റ് ആക്കുള്ളൂ, വേറെ ബ്ലോക്ക് ഒന്നും ആക്കില്ല. കൂട്ടമായിട്ട് ഒരു പ്ലാനിങ്ങളെ പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പൊ പിന്നെ അങ്ങനെ ഇല്ല. ഇപ്പൊ ഓൾമോസ്റ്റ് ഇപ്പൊ ഞങ്ങൾ കുറെ ഒരുമിച്ച് ഇപ്പൊ അടുത്താണ് വീഡിയോസ് വീണ്ടും ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ ആശു ഭയങ്കര ബിസി ആയിരുന്നു. അവൻ രാവിലെ പോകും, ഞാൻ രാവിലെ അവൻ പോകാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ ഞാൻ റെഡി ആക്കി കൊടുക്കും, അവൻ പോകും. പിന്നെ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വരും വീട്ടിലേക്ക്, എൻ്റെ ഒരു കൂട്ടുകാരത്തി വരും, അവളാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരാറ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള, ആശിനെ കിട്ടുന്നില്ല, ആശ ഡ്യൂട്ടി പോവാണല്ലോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഒറ്റക്കൊറ്റക്കുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും കുറേ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുത്ത് നമ്മൾ ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയല്ലേ. ഓക്കെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ കമന്റ്സിലല്ലാണ്ട് നേരിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ആരെങ്കിലും വന്ന് കാരണം ഇപ്പം അടുത്ത് ഞങ്ങൾ ട്രിപ്പ് പോയ സമയത്തും ഇതേപോലെ എൻ്റെ ഫ്രണ്ട്സ്, ഞാനും കരീഷ്മ, ഞങ്ങളുടെ ഫ്രണ്ട് റോസ്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയിണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഒരുപാട് മലയാളികൾ, ഓണം വെക്കേഷനാണ് പോകുന്നത്, ഒരുപാട് മലയാളികളാണുള്ളത്. എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ വന്ന് സംസാരിക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്, നമ്മളെ ഭയങ്കര സ്നേഹത്തിൽ പൊന്നു സഖി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. ഇവൻ കരീഷ്മയോട് ചോദിച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ, എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്നത്, സ്നേഹത്തിൽ പെരുമാറുന്നത്, പിന്നെ ആരാ ഈ ബാഡ് കമൻ്റ് ഒക്കെ ഇടുന്നത് നിനക്കെന്ന് പഠിത്തം കൂടി അവളോട് ചോദിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുവരെ പുറത്തുനിന്ന് ഒരു ആൾ വന്നിട്ട് എന്താണ് നീ കാണിച്ചു കൂട്ടുന്നത് ഇൻസ്റ്റഗ്രാമിൽ ടിക്ടോക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറയുക, അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഒരു തരത്തിലും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കും അത് ഇടയ്ക്ക് തോന്നാറുണ്ട്. പിന്നെ ആരാണ് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നത്? പിന്നെ നമ്മളെ കാണുമ്പോൾ നല്ല സ്നേഹമായിരിക്കും, മാറി കഴിയുമ്പോഴായിരിക്കും അവർ പറയാൻ പറ്റില്ലല്ലോ ആൾക്കാരെ മനസ്സിലാവും. പിന്നെ ഈ കമന്റ്സിന്റെ മാത്രമല്ല, ഇപ്പൊ ഈ ഫാമിലിയിൽ ഫസ്റ്റ് ഇത് ഡിസ്ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ പറയും കമ്മിങ് ഔട്ട് ഓഫ് ദ ക്ലോസെറ്റ് എന്ന് പറയും. ഞാൻ ഇങ്ങനെ എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം അവരുടെ ഒരു ഫസ്റ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ ആയിരിക്കും നമ്മളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുക, കൗൺസിലറിന്റെ അടുത്ത് വിടുക. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നെ കൗൺസിലിംഗിന് പോയി. എന്നെ ഇതേപോലെ ഒരു കൗൺസിലിംഗിന് കൊണ്ടുപോയി, കൊച്ചിക്ക് തന്നെ കൊണ്ടുവന്നത് ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ വീട്ടിൽ എല്ലാവരും കൂടി നിർബന്ധിച്ചു, കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും, ഇതൊക്കെ മാറും, ആൺകുട്ടികളുടെ കൂടെ കൂട്ടുകൂടിയാൽ മതി, കല്യാണം കഴിഞ്ഞാൽ റെഡിയാവും. പക്ഷെ അട്ടർ ഫ്ലോപ്പായിരുന്നു. ജിമ്മിൽ പോവുക, കൗൺസിലിങ്ങിന് അയക്കുക, കല്യാണം കഴിപ്പിക്കുക, ഇതല്ലാണ്ട് ഇതിൻ്റെ എന്താണ് അവർക്ക്
സംഭവിക്കുന്നത്, അല്ലെങ്കിൽ മീൻസ് വാട്ട് ആർ ദേ ഗോയിങ് ത്രൂ എന്നുള്ളതിന് ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുമോ, അതിനൊരു സപ്പോർട്ട് തരുമോ ചെയ്തായിരുന്നു? എൻ്റെ വീട്ടിലുണ്ടായില്ല. എൻ്റെ വീട്ടിൽ പക്ക ടിപ്പിക്കൽ ഒരു മലപ്പുറം ഏരിയയാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ഓവറായിട്ട് ഇതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരല്ല. ഞങ്ങളുടെ ഭയങ്കര കുറവാണ് അങ്ങനത്തെ ആൾക്കാർ. എനിക്ക് തന്നെ ഒരു ഫ്രണ്ട് ഉള്ളത് കുറേ അപ്പുറത്താണ്. അവരോട് ഷെയർ ചെയ്യും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് വീട്ടിൽ അങ്ങനെ എല്ലാവരും പറയുന്നത് ഇല്ല അങ്ങനെയൊന്നുമില്ല, കല്യാണം കഴിച്ചാൽ മതി റെഡിയാവും, അല്ലെങ്കിൽ ആൺകുട്ടികളുടെ കൂടെ പന്ത് കളിക്കാൻ വേണ്ടി പോയാൽ മതി, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയാൽ മതി, അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ പോയി ഇരിക്കുക, നീ ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കേണ്ട, പെണ്ണുങ്ങളുടെ കൂടെ കളിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവർക്ക് ചിന്തയുള്ളൂ. പക്ഷേ ഇത് ഒരു നമ്മൾ അഭിനയിക്കുന്നതല്ല, നമ്മുടെ ലൈഫിൽ ഉള്ളതാണ് ഇത്. നമുക്ക് കുറേ നേരം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് അഭിനയിക്കാനേ പറ്റുള്ളൂ. ലൈഫിൽ നമുക്ക് ഒരുപാട് അഭിനയിച്ചാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു വെറുപ്പ് വരാൻ തുടങ്ങും. കാരണം ലൈഫിൽ നമ്മളല്ലാണ്ടാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കും നമ്മളായിട്ടെങ്കിലും ഒരു വട്ടം ജീവിക്കണമല്ലോ എന്ന്. എനിക്ക് ഫീലിംഗ് അങ്ങനെ വന്നതാണ് ആ സമയത്ത് ഞാൻ ബാക്ക് ടു പിന്നെ നോർമൽ ആവാൻ തുടങ്ങിയത്. ഇതുപോലെ ഇങ്ങനെ നമ്മൾ നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റേജിലെ അത് പലരും നമ്മളെ യൂട്ടിലൈസ് ചെയ്യും, പലരും നമ്മളെ ഈവൻ സെക്ഷുവലി നമ്മളെ മുതലെടുക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ? അവർ നമ്മളെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ നമ്മളെ അബ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക, നമ്മളെ ഫിസിക്കലി ഓർ മെന്റലി? എനിക്ക് അങ്ങനെ ഫിസിക്കലി അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. അല്ലാണ്ട് എനിക്ക് മാറ്റി നിർത്തൽ, ഒരുപാട് കളിയാക്കൽ, മാറ്റി നിർത്തൽ, പരിഹാസം, അതൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഈവൻ സ്കൂൾ ലൈഫിലാണെങ്കിലും ഇപ്പോഴും ചില സമയത്ത് ഉണ്ടാവാറുണ്ട്. ഫ്രണ്ട്സുകൾ നമ്മളിങ്ങനെ ആയതുകൊണ്ട് അങ്ങ് മാറ്റി നിർത്തുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ സെക്സ്വൽ അബ്യൂസ്മെന്റ് ഒന്നും അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല. പൊന്നുസഖി ഒന്ന് പാടാൻ പറ്റുമോ? കാരണം സത്യം പറഞ്ഞാൽ ഈ പൊന്നുസഖി പാട്ട് ഇത്ര വൈറലാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ ചുമ്മാ പാടിയതാണ്. ഒരു വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിങ്ങനെ ആ വീഡിയോ ചെയ്യുമ്പോൾ പക്ഷെ അത് വൈറലായത് എന്റേതാണ്. അപ്പൊ ഞാൻ ഓൾറെഡി അതിങ്ങനെ വീഡിയോസ് ചെയ്യേണ്ട സമയത്ത് അത് എന്റെ മൈൻഡിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൈകൊട്ടി അതിങ്ങനെ പാടിയത്. പക്ഷെ അത് ഇത്രത്തോളം ആൾക്കാർ അങ്ങ് ഏറ്റെടുക്കും, ഭയങ്കര വൈറലാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോ ഫാമിലി ഗ്രൂപ്പ് എല്ലാവരും കൂടി ടൂർ പോയാലോ, അല്ലെങ്കിൽ കല്യാണ വീട്ടിലാണെങ്കിലും അസ്രുവിന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് വിഷമമുണ്ട് എന്നിട്ട് തുടങ്ങും. പിന്നെ ഫാമിലി ഗ്രൂപ്പ് പുറത്ത് ടൂർ പോയാലും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അടിപൊളിയാണെന്നുണ്ട് അവർ തുടങ്ങും. ഇത് ഭയങ്കര ആൾക്കാരെ ഏറ്റെടുത്തപ്പോൾ ഭയങ്കര സന്തോഷം. കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിലും കുഞ്ഞു കുട്ടികളാണെങ്കിലും ഒക്കെ പാടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഞാൻ പാടാൻ കുഴപ്പമൊന്നുമില്ല. ഹായ് ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മൂവി വേൾഡിൻ്റെ സ്റ്റുഡിയോയിലാണ്. അപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ ആഷിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. പൊന്നു സഖി എന്തിനാ പിണക്കമെന്നോട് എന്തിനാ, അല്ല പൊന്നെ കൽബു വേദന, എന്നെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തിനാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ ഈ ജാസിക്ക് ഈ ഇടയ്ക്ക് ഒരു പടത്തിലേക്ക് ഓഫർ വന്നു ഇങ്ങനെ ഒരു കേട്ടപ്പോൾ അതിനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകുന്ന വിചാരിച്ചു ഞാൻ പറയാത്തത്. കാരണം എനിക്ക് ഇതേപോലെ ഒരു ചാൻസ് വന്നു പടത്തിലേക്ക്. നല്ല മൂവിയാണ്, തമിഴ് മൂവിയാണ് വന്നത്, മലയാളം. പക്ഷെ അതിൻ്റെ കാസ്റ്റിംഗ് ഏജൻസി ഒക്കെ മലയാളികളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നല്ല മൂവിയാണ്. അപ്പോൾ ഞാൻ സ്റ്റോറീസ് കേട്ടു, കുഴപ്പമില്ല, നല്ല സ്റ്റോറീസാണ്, നല്ല ക്യാരക്ടറായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. ഇതിപ്പോൾ ഇനി വരും ജാസിയെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. എന്നോട് കുറച്ച് ഫോട്ടോസൊക്കെ അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ പുറത്താണ് ഷൂട്ട്, ഈവൻ പുറത്താണ്. അപ്പോൾ എന്താണ് ജാസി കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് എനിക്ക് മനസ്സിലായില്ല, എനിക്കറിയാം ഓൾറെഡി, പക്ഷെ ഞാൻ പറഞ്ഞില്ല എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് ടൈമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഷൂട്ടില്ലാത്ത ദിവസങ്ങളുണ്ടാവും. അപ്പോൾ ആണെങ്കിൽ നമുക്ക് കറങ്ങാനൊക്കെ പോവാം, നല്ല ഹോട്ടൽസിൽ റൂമൊക്കെ എടുക്കാം. ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആമി എന്ന് പറഞ്ഞിട്ട്, അവളോട് ഞാൻ പറഞ്ഞു, എടി ആമി, ഇതിനു മുമ്പ് എനിക്ക് ഈ മൂവി വന്ന സമയത്ത് ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞു, എടി ആമി എനിക്കിങ്ങനെ ഒരു മൂവി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആമി നല്ലതാണെങ്കിൽ ചെയ്യുക, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ പിന്നെ വെച്ചാൽ ആഷി ആരാ, ബോയ് ഫ്രണ്ട് ആണോ, ഹസ്ബൻഡ് ആണോ, നിങ്ങൾ തമ്മിൽ പാർട്ട്നേഴ്സ് ആണോ, വരുമ്പോൾ ആശി ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവർ. അപ്പോൾ എനിക്ക് എന്ത് സംതിങ് റോങ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ആമി പറഞ്ഞു, ഇത് പോണ്ട, ഇത് വേറെ കേസാണെന്ന് പറഞ്ഞു അവള്. അപ്പോൾ എനിക്ക് ഇവനോട് പറയാൻ എനിക്ക് പേടി, ഞാൻ അവളോടാണ് ഫസ്റ്റ് പറഞ്ഞത്. പിന്നെ ഞാനത് എന്തായാലും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം പിന്നെ ഇവനോട് പിന്നെ പറഞ്ഞത്. അടുത്ത സീസൺ ബിഗ് ബോസിലേക്ക് ഒരു കോൾ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ്. എനിക്ക് ഒരുപാട് ഇവനെ എങ്ങനെയും ഞാൻ ബിഗ് ബോസിൽ കയറട്ടെ, ആ 100 ദിവസം എനിക്ക് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ച് നിൽക്കുന്നവനാണ്. അപ്പോൾ കപ്പിളായിട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ.
ഞാൻ എന്തായാലും സ്വഭാവം അറിയണം. ഇതിപ്പോ ബിഗ് ബോസിൽ പോകണം അപ്പൊ എല്ലാവർക്കും അറിയാലോ അല്ല ജാസ്മിൻ ഞാൻ അതേപോലെ എനിക്ക് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഞാൻ എന്താണെന്ന് അറിയില്ല. നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു 10 ദിവസം നമ്മൾ ഓക്കെ എനിക്കതൊന്നും ഇഷ്ടമല്ല അങ്ങനെയൊക്കെ അഭിനയിക്കാം. ഇത് പോയി നമുക്ക് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഒറിജിനൽ സ്വഭാവം പുറത്തു വരും. അപ്പോൾ എനിക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒറിജിനൽ സ്വഭാവം വന്നു കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടാത്തവരും കൂടി ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനൊരു സദസ്സ് ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആക്കുന്ന വ്യക്തിയാണ്. എനിക്കിങ്ങനെ ചടഞ്ഞൊരു ഭാഗത്ത് ഇരിക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് സംസാരിക്കുന്നത്. ഫോൺ യൂസ് ചെയ്യാണ്ടൊക്കെ സംസാരിച്ച് കുറേ കൊല്ലങ്ങളോളം ഇരിക്കണം. എനിക്ക് ഇഷ്ടമാണ് അത്രയും ഇരിക്കുന്നത്. കാരണം എനിക്ക് ഡാൻസ് കളിക്കണം, എനിക്ക് പാട്ട് പാടണം, എനിക്ക് ചില്ലായി നടക്കണം, തല്ലുകൂടണമെങ്കിൽ തല്ലുകൂടണം, ഡാന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ബിഗ് ബോസിലേക്ക് ഒരു ക്ഷണം വന്നാൽ അഫ്കോഴ്സ് ഞാൻ എന്തായാലും പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഡ്രീംസും ഫുൾഫിൽ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.